നമസ്കാരം. ജയരാജ് പണിക്കരാണ്. ഇന്ന് ഗുരുവായൂരത്തെ കുറച്ച് വിശേഷങ്ങളാണ് പറയുന്നത്. പണ്ട് ദ്വാരക വെള്ളത്തിൽ മുങ്ങിയ സമയത്ത് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയും ശിഷ്യനായിട്ടുള്ള വായുവും കൂടിയിട്ട് അന്ന് വെള്ളത്തിൽ പൊന്തിക്കിടന്നിരുന്നതായിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനായിട്ട് പറ്റിയ സ്ഥലം അന്വേഷിച്ച് വളരെയധികം അന്വേഷിച്ച് നടക്കുകയുണ്ടായി. അങ്ങനെ അവർ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പത്മതീർത്ഥക്കരയിലാണ് എത്തുകയുണ്ടായി. അപ്പോൾ അവിടെ സാക്ഷാൽ പരമശിവൻ തപസ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. പരമശിവൻ അവിടെ പത്മതീർത്ഥക്കരയിലെ ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനുള്ള സ്ഥലം അവർക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഗുരുവും വായുവും കൂടിയിട്ട് ഭഗവാന്റെ തേജോമയമായിട്ടുള്ള വിഗ്രഹം അവിടെ പ്രതിഷ്ഠ ചെയ്യുകയുണ്ടായി. അത് ഗുരുവും വായുവുമായ പ്രതിഷ്ഠ നടത്തിയതുകൊണ്ട് അത് പിന്നീട് ഗുരുവായൂർ ക്ഷേത്രമായി അറിയപ്പെട്ടു. ഗുരുവായൂർ അമ്പലത്തിനെ പറ്റി പറയുമ്പോൾ അവിടെ പുലർച്ചെ ഒരു 3 മണിക്ക് തന്നെ നട തുറക്കുമ്പോൾ തലേ ദിവസം ഭഗവാന് ചാർത്തിയിട്ടുള്ള മുഴുക്കാപ്പ് അതേപോലെ തന്നെ അലങ്കാരങ്ങളൊക്കെ കണ്ട് ഭക്തരെ മനസ്സ് അങ്ങോട്ട് നിറയ്ക്കുന്നു. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത്. പിന്നെ അനേകം വഴിപാടുകളുണ്ട്. തുലാഭാരം, അതേപോലെ തന്നെ ശ്രീലകത്ത് വിളക്ക്, തിരുമുടിമാല, ത്രിമധുരം, തൃക്കൈവെണ്ണ, പഴം, പഞ്ചസാര, ഇങ്ങനെ ധാരാളം വഴിപാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭഗവാനെ ദർശിച്ചിട്ട് മനസ്സ് തുറന്നിട്ട് എല്ലാ സങ്കടങ്ങളും ഉണർത്തിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഭഗവാൻ നടത്തി തന്നിരിക്കും. വേദ്യോ വൈദ്യസദായോഗി വീരഹാ മാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സഹോ മഹാബല. അറിയപ്പെടേണ്ട ആളായിട്ടും എല്ലാ വിദ്യകളും അറിയുന്നവനും യോഗിയായിരിക്കുന്നവനും അതേപോലെ തന്നെ മഹാലക്ഷ്മിയുടെ നാഥനും മധുപോലെ മധുരിക്കുന്നവനും ഉത്സാഹിയും അതിശക്തനുമായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ഓം നമോ നാരായണായ നമഃ.